മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിന് ശേഷം വിനീഷ്യസ് ജൂനിയർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ തനിക്കെതിരെയുള്ള ബാനർ റോഡിയുടെ ഫോട്ടോ വെച്ചിട്ട് ഗ്യാലറിയിൽ പൊന്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചു. ഓപ്പോസിറ്റ് ഫാൻസൊക്കെ തന്നെ പ്രലോഭിപ്പിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ശക്തി കിട്ടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് റയൽ മാഡ്രിഡിൽ തുടരുന്ന കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം റയലിൽ നിന്ന് വിട്ട് PSG പോയേക്കാം, അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് വമ്പൻ ഓഫറുകൾ വന്നിട്ടുണ്ട് എന്നുള്ള അപ്ഡേഷനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല സത്യം. ഇപ്പോൾ അദ്ദേഹം തന്നെ അതിൻ്റെ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എങ്ങോട്ടും പോകുന്നില്ല. വിനീഷ്യസ് ജൂനിയർ റയലിൽ തന്നെ തുടരും. അത് തന്നെയാണ് ഇപ്പോൾ വന്ന അപ്ഡേഷൻ. അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയർ തന്നെ പറഞ്ഞത് അതാണ്. എനിക്കിവിടെ കുറെ കാലം നിൽക്കണം, റയൽ മാഡ്രിഡിനൊപ്പം ചരിത്രം കുറിക്കണം, റയൽ മാഡ്രിഡിനൊപ്പം ചരിത്രങ്ങൾ കുറിക്കണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കരാർ പുതുക്കിയിട്ട് എനിക്ക് അതെല്ലാം നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് വിനീഷ്യസ് ജൂനിയറിന്റെ സംസാരം. റയലിൽ തന്നെ തുടരും. അദ്ദേഹം അവിടെ കിരീടങ്ങൾ നേടും. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ആരാധനാപാത്രമാണ്. അദ്ദേഹം നേടിയ ട്രോഫികളെക്കാട്ടിലും അദ്ദേഹം റയലിൽ നേടിയിട്ടുള്ള ചാമ്പ്യൻസ് പട്ടങ്ങളെക്കാട്ടിലും തനിക്ക് നേടണം എന്നുള്ള ഒരു സംസാരവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു മത്സരം കൂടി കഴിഞ്ഞപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഗ്രൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ താരമായിട്ട് വിനീഷ്യസ് ജൂനിയർ മാറിയിട്ടുണ്ട്. 13 അസിസ്റ്റുകളാണ്. തൊട്ട് പിന്നാലെ ആദ്യം ഉണ്ടായിരുന്നത് ലയണൽ മെസ്സി ആയിരുന്നു, 12 അസിസ്റ്റുകളുമായിട്ട്. ഏതായാലും വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹം റയൽ മാഡ്രിഡിൽ തന്നെ തുടരും, അവിടെ കിരീടങ്ങൾ നേടണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാത്തിരിക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക്. നിലവിൽ ഫുട്ബോളിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരു താരം തന്നെയാണ് വിനീഷ്യസ് ജൂനിയർ, അതിലൊരു സംശയമില്ല. ബാലൺ ഡി ഓർ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം അത് തെളിയിച്ചു കഴിഞ്ഞു. പല അവാർഡുകൾ, ഫിഫ ബെസ്റ്റ് ഉൾപ്പെടെയുള്ള അവാർഡുകളൊക്കെ നേടിയിട്ട് നമുക്കത് കാണിച്ചു തന്നതാണ്. ബാലൺ ഡി ഓറൊക്കെ നേടാൻ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സമയങ്ങളുണ്ട്. കരിയറിൽ ഒരുപാട് ദിവസങ്ങൾ, വർഷങ്ങൾ നിരന്ന് കിടക്കുകയാണ് അല്ലേ.